അൺസബ് ചെയ്തില്ലേ? ഞാൻ അവനൊക്കെ സബ് ചെയ്യൂ. എന്തരിത് കുറ്റം പറയാനും പറ്റൂല. റെഡിയാക്കാം. ക്യാം സൈസ് കുറയ്ക്കാൻ ഇത് നിങ്ങൾ തന്നെ ഇത്ര വലുതായിട്ട് കാണണം നിർബന്ധമുണ്ട് എനിക്ക്. ഹലോ 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 സാറേ കേക്കോ? സാർ ആരെല്ലാം ഒന്ന് എന്നെ ലീജിയൻ സ്ക്വയറിലുണ്ടോ ഒന്ന് വരുമോ സാറേ? എന്നെ ഒന്ന് പിക്ക് ചെയ്യുമോ സാർ? പ്രശ്നമുണ്ട് സാർ. സീറ്റിൽ ഒരാൾ ഇറക്കിട്ട് പെട്ടെന്ന് ഒരാൾ ഇറക്കിട്ട് വരാം. അയ്യോ നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കി. ഞങ്ങൾ വീഡിയോ പോയിട്ട് ഷാൻ സാർ എവിടെ? കണ്ണാടി വെക്ക്, കണ്ണാടി വെക്ക്. എന്റെ പേര് ഇന്നലത്തെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ ആർത്തിലെ കണ്ണാടി ഡീൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം മാഡം. എന്റെ പേര് പരുന്ത് വേലായുധെന്നാണ്. ഞാൻ വളരെ ഭയങ്കര എനിക്ക് എന്റെ പേരൻസിനെ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഞാനൊരു ഓഫണാണ്. മെയിനായിട്ട് ഞാൻ എൻ്റെ പേരിൽ പരുന്ത് എന്ന് പറയുന്നത് ഒരു പേര് ആഡ് ചെയ്തതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചേട്ടനുണ്ട് പരുന്ത് വാസു എന്ന് പറഞ്ഞിട്ട്. എന്നെ പഠിപ്പിച്ചതും ഓഫണേജിലെല്ലാം വളർത്തി വലുതാക്കിയതെല്ലാം പരുന്ത് വാസുവാണ്. കുറച്ച് നമ്മള് പോലീസുകാർക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സിറ്റിയിൽ വേറെ സ്ഥലത്താണ്. അപ്പോ കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പുള്ളിയുടെ കൂടെ കൂടാനുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് നീ എന്റെ വഴിക്ക് വരരുത് ഒരിക്കലും എന്നാണ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അതുകൊണ്ട് സോ എന്നെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ പോലും പരുന്ത് ദിവസം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാല് Narcotics is a dirty business. ഇവിടുത്തെ ആൾക്കാരെയും സിറ്റിസൺസിനെയും സെർവ് ചെയ്യാനൊരു ചാൻസ് തന്നതിന് മാഡം ഒരുപാട് താങ്ക് യു. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ലെവൽ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. Okay, so that's what I tested on you, and we have decided to give you a promotion. We'll have a meeting right now. സാർ വന്നു. Oh, sir, are you fine? മാഡം ഇതാണ് അയ്യർ ഗെയിമിംഗ് അളിയ. ഇതാണ് Meet Parundu Velayudhan, sir. I hope you know him earlier. Yes, I know. Velayudhan sir, I know. Yadunna epdina I saw in Tamil Nadu. You will senior officer for all PD officers. Adavade every endha situation panalum you success da. No ide always success. ഷാൻ സാർ എവിടെയായിരുന്നു? മാഡം നമ്മുടെ PD വണ്ടി ഏതോ ഒരു സിറ്റിസണോ എന്തോ എടുത്തിട്ടുണ്ട്. അവർ 8 കോടിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. വണ്ടി കൊണ്ടുപോകട്ടെ പറഞ്ഞേക്കട്ടെ. മാഡം ആ വണ്ടിക്ക് ആകെ 20 ലക്ഷം രൂപ പോലും ഇല്ല. അത് കൊണ്ടുപോകുന്നതല്ലേ അത്. ഉണ്ണിക്കണ്ണൻ സാർ എന്താണ് ഗവൺമെന്റ് അസറ്റാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നോർമൽ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? Shan sir, is it true that our vehicle is stolen? No, I don't know, ma'am. മേളില് കേറുന്ന വഴിയാ. Unnikannan sir, please come on. മേളിലെ മീറ്റിംഗ് ഉണ്ട്, ഇങ്ങോട്ട് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. So the promotions are decided totally on the officer's quality and a purpose for better department for tomorrow, okay? So I might promote
vehicle? മാഡം അവർക്ക് ഞാൻ ഇതിനെ പറ്റി ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയായിരുന്നു മാഡം. മിസ്സിംഗ് ആണ്. അവർക്കാണെങ്കിൽ ഒരു റേഡിയോ ഉണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഒരു ഫേക്ക് നെയിമിൽ ഒരു റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മാഡത്തിന് ജസ്റ്റ് അവരുടെ അടുത്ത് സംസാരിച്ചാലാണ് ചിലപ്പോൾ ഒരു ഇൻഫോ തരും. ഞാൻ ഓൾറെഡി ചോദിച്ചപ്പോൾ അവർ പറയണത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, ആ സാധനത്തിൽ കൊണ്ട് പൈസ വെക്കാനാ പറഞ്ഞത്. പീഡ് അടുത്തുള്ള ഡസ്റ്റ്ബിന്നിൽ 1 കോടി രൂപ കൊണ്ടിട്ടാൽ മാത്രമേ വണ്ടി തരത്തുള്ളൂ എന്നാ പറഞ്ഞത്. വേറെ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല മാഡം. ആ ഹലോ പറഞ്ഞു സാറേ, ആരാണ്? നിങ്ങളുടെ പീഡി വണ്ടി വേണ്ടേ എവിടെ ഉണ്ട് സാറേ നിങ്ങളിപ്പം? സാറേ 66.66 കയറി സാറേ. സാറേ ഈ ഗവൺമെന്റിന്റെ മുതൽ മോട്ടിക്കുന്നത് ശോകമാണ് സാറേ. ഞാൻ പറഞ്ഞല്ലോ സാറേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. 10 ലക്ഷം സാറേ, 10 ലക്ഷം സാറേ നിർത്താം. ഇന്നത്തോടെ പരിപാടി നിർത്താം. ഞാൻ ഒന്ന് ഗവൺമെന്റിനോടൊന്ന് സംസാരിച്ചിട്ട് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ വിളിക്കാം. ഒരു വണ്ടി 3 വണ്ടി സാറേ. ഞാനേ ഈ ദിവസം ഇല്ലേ, ഈ ദിവസം ആണെങ്കിൽ നീ ലൈവ് അല്ലേ കിക്കില്, ഞാൻ നിന്റെ ചാറ്റ് ഒന്ന് കമന്റ് ഇട്ട് ഗൈസ് ഇതില് ഇവന്റെ കൺമുന്നിൽ വെച്ച് ആരെങ്കിലും ഇവന്റെ വണ്ടി അടിച്ചാറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് 500 ജീപ്പേ ആയിരുന്നേ. എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ പോലീസ് വണ്ടി ആരെ തട്ടിക്കൊണ്ട് പോയി പറഞ്ഞുകൊണ്ട് അവിടെ അടി. ഞാൻ കണ്ടിന്യൂഷൻ പറഞ്ഞേട്ടാ എനക്ക്, പക്ഷെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അവര്. ഈ കളഞ്ഞു പറഞ്ഞില്ലേ കാറ്, എന്റെ കാറാണ്. എടാ അതാ ഞാനേ നിന്റെ കിക്കി വന്നിട്ട് കമന്റ് ഇട്ട്. എന്നിട്ട് വേറെ സമയം കൂടെ ഉണ്ട്, എടുത്തോണ്ട് പോവാന്റെ കൂടെയുള്ള ഞാൻ എന്തിനാ അറിയട്ടാ, കഫ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ബാക്ക് കൊണ്ടിട്ട് അടിച്ചു വന്നു അവിടെ ഇട്ട്. ഓ എടാ കമന്റ് ഉണ്ടാ ഇന്നലെ കാരണം ഗോക്ക് വന്ന് ചന്ദ്രന്റെ വണ്ടി അടിച്ചു വെച്ച് 500 രൂപ അയക്കാന്ന് പറഞ്ഞ് സിറ്റി പീഡി പട്ടി, നീ കമന്റ് ചെയ്തായിരുന്നല്ലോ മാറി. ആ ഞാൻ നീ കണ്ടില്ല ചാറ്റ്? ഇല്ലല്ല ഞാൻ കണ്ടില്ല. ആ അത് ഗോകു തന്നെയായിരുന്നു. 15, 30, 40 നീയോ തന്നെയാണല്ലോ ചെണ്ടി വേഷം മാറുന്ന കൊണ്ടുപോയത്. ഞാൻ അവനെ കൊന്ന സീനെ കാണിച്ചത്. 5 ലക്ഷം രൂപ സാറേ, അത് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും സാറേ? പുതിയതായിട്ട് വന്നൊരു 5 പേര് 15 ലക്ഷം രൂപ ഷെയർ ചെയ്ത സീരിയസ് കളിക്കാതെ ഞാൻ ഒന്ന് ഗവൺമെന്റിനോട് സംസാരിച്ചിട്ട് ഇപ്പൊ പറയാം. ഓക്കെ അത് ആരാണെങ്കിലും നമ്മളെല്ലാം പുതിയ ഓഫീസേഴ്സ്, നമ്മൾ അധികം ആരെയും ഇൻഫോം ചെയ്യാതെ നമ്മളായിട്ട് ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്ത് മേഡത്തിന്റെ കയ്യിൽ ഈ വണ്ടി കൊണ്ട് കൊടുത്താൽ നമുക്കൊരു നല്ല ഇംപ്രഷൻ കണക്കും. கண்டிப்பா சார். அப்ப நம்ம எவ்வளவு வேணா செலவு பண்ணலாம் இதுக்கு. கரெக்ட்டா? ഏതൊരു 15 ലക്ഷം. நான் 5 லட்சம் போறேன் சார். നീ 5 ലക്ഷം പോണി. ഞാൻ ഇന്നേക്ക് സിറ്റി വന്നേ ഏകിട്ടേ ഒന്നുമില്ല. 2 ലക്ഷം പ്രൊമോഷൻ ഒന്നുമില്ലേ എന്നോട് പെരിയപ്പാടെ കേള് ഒരു 10 ലക്ഷം ഫോർ യുവർ ജോബ്. பாட்டியா இரு சார் கேக்குறேன். குறிப்பா கேக்குதா? நான் தான் விஜயகாந்த் பேசுறேன். நல்லா இருக்கியா? அதுதான் அந்த 10 லட்சம் கேட்டிருந்தானே கொஞ்ச நேரத்துக்கு முன்னாடி மெசேஜ் போட்டிருந்தானே, இருக்கா உன்ட்ட? சரி ஓ சரிடா. அப்புறம் நான் வந்து சித்தப்பாட்ட கேக்குறேன். சரி பாய். சார் பெரியப்பா இப்பதான் கார் வாங்கிச்சு சார். കാർ വാങ്ങിച്ചാ? ஆமா சார் எல்லாம் போச்சு. ഞാൻ അവന്മാർക്ക് ഒന്നും കൂടെ ഒന്ന് ബാർഗൈൻ ചെയ്ത് നോക്കട്ടെ സാറേ. നമ്മള് ഇവിടെ ഗവൺമെന്റിനോട് സംസാരിച്ചിട്ട് അങ്ങനെ അവർക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല സാറേ. നമുക്ക് സാറേ ഈ 10 ലക്ഷത്തിന് പകരം ഒരു കാർബൈൻ റൈഫിൽ തന്നാ എങ്ങനെ ഉണ്ടാവും സാറേ? ഒരു കാർ വേണത്തിൽ സാറേ എല്ലാരും കൂടെ പിടിച്ചു ഒരു 5-10 പേരും കൂടെ ഒരുമിച്ച് ഒരു കാർ പിടിച്ചു സാറേ. 2 കാർ എങ്ങനെ ഉണ്ടാവും സാറേ? ഒരു കാർ വേണത്തിൽ സാറേ എല്ലാരും കൂടെ പിടിച്ചു ഒരു 5-10 പേരും കൂടെ ഒരുമിച്ച് ഒരു കാർ പിടിച്ചു. നോക്കട്ടെ സാറേ ഒരു മിനിറ്റ്. നമുക്കൊരു 2-3 കാർബൈൻ റൈഫിൽ அதெல்லாம் ஓவர் சார். അതാ 2 കാർബൈൻ റൈഫിൽ അതിൽ കൂടുതൽ അവരെ സമ്മതിക്കാൻ മാட்டேன். ஐடியா கொடுக்குறேன் சார். இங்க பாருங்க சார், அங்க லாக்கர் இருக்கு ஓகேவா? நம்ம கிட்ட ஸ்பீடில லாக்கர் இருக்கு, லாக்கர்ல கன் இருக்கு. உங்களால எடுக்க முடிஞ்சா எடுத்து கொடுத்துடலாம். இது ஐடியா. நீங்க അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? அது எடுத்து ஆனா அவங்க கண்டுபிடிச்சிட்டாங்கன்னா நம்ம எல்லாருமே மாட்டிப்போம். எல்லாம் மாட்டினா அப்புறம் ப்ரொமோஷனும் கிடைக்காது, உட்கார வேண்டாம். ஆமா சரி நான் சமாளிச்சுக்கிறேன் விடுங்க.
நமக்கு இந்த கேஸ் தான் முக்கியம். நான் தான் திட்டு வாங்கணும். நான் சஸ்பெண்ட் ஆகும். உங்களுக்காக அது கூட ஆக നമ്മളിത് എതുക്ക് വേണ്ടി ചെയ്യുന്ന പ്രൊമോഷൻ നമ്മുടെ മറ്റേ PD ഓഫീസേഴ്സ് അല്ലേ അവിടെ ഹൈസൺ അങ്ങനെ കൊറേ പിക്ക് വെച്ചിട്ടില്ലേ നിങ്ങൾ തന്നെ കൊറേ അടിപൊളി ഓഫീസേഴ്സ് അതിന് ആ ഒരു ലിസ്റ്റിൽ കൂട്ടാൻ പറ്റിയ കിടില ഒരു PD ഓഫീസറാണ് പുള്ളി വേണ്ടി ചെയ്യാൻ പോകുന്നു. അപ്പം നീ സസ്പെൻഷൻ വാങ്ങിച്ചിട്ട് ഇത് ചെയ്തിട്ട് എന്ത് പ്രൊമോഷൻ കിട്ടും? ஒண்ணும் கிடைக்காது. நீங்க கேட்டீங்க கூப்பிட்டேன். சீனியர் ஆபீசர் சொல்ற ஒபே பண்ணணும்ல. யூ வாண்ட் டு ஒபே சீனியர் ஆபீசர் கால். மலையில போயிட்டு செத்துரும் சொன்னாலும் செத்துரும். கண்ணு போய் எல்லாம் போய் போ. ഇപ്പൊ ജോലിയും പോവും. Chancellor, update please. What are you up to? ഹേലി മേഡം ഞങ്ങള് മറ്റേ അവരോട് ഡീൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇത്ര നേരം. ഞങ്ങൾ അതുകൊണ്ടാണ് ലൈക്ക് അവര് പറയണത് മാഡം അവർക്ക് 45 lakhs വേണമെന്നാണ് അവർ പറയുന്നത്. അതിൽ കുറഞ്ഞ് ഒരു ഡീലിനും അവർ തയ്യാറല്ലെന്ന്. അവരുടെ ഏകദേശം നമ്മുടെ 3 PD വണ്ടികളും കിട്ടിയിട്ടുണ്ട്. Are you giving them money and taking back the vehicle or what is your plan? I need to know. സോ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മാഡം ഗവൺമെന്റ് ഇത് ഫണ്ട് റിലീസ് ആക്കി കിട്ടുമെങ്കിൽ നമുക്ക് ഇത് വണ്ടി പോയി ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മാം നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. How much amount it is? They are asking 45 lakhs ma'am. 45 lakhs, okay. I will arrange them. But, Yes, please negotiate. We are arranging money from government side. എന്താ ഷോർട്ടാക്സ് 2 ഷോർട്ടാക്സാ I will negotiate my maximum. ജോർജ് വാ. ഡീൽ. ഈ still on the radio ആയാ 45 lakhs എന്നെ എനിക്ക് കൊടുത്താൽ ഞാൻ മാക്സിമം കുറച്ച് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് മാഡത്തിന്റെ കൊടുത്തരാം മാഡം. ஷான் சார் இப்போ அவங்க பேசுனாங்க 7044ல அவங்க இருக்காங்களா? മാഡം എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ? ടോയ് മണി 7044ல தான் அவங்க இருக்காங்க. போனா பிடிச்சிடலாம். இன்ஃபர்மேஷன் கிடைச்சி 7044 போங்க டக்குனே. 7044 ஆமா லொகேஷன் ஃபர்ஸ்ட் எடுங்க. ஓகே லொகேஷன் நான் போடுறேன். நான் பாத்துட்டேன். எங்க 7044 போங்க டக்குனே. 7044 ஆமா லொகேஷன் ஃபர்ஸ்ட் எடுங்க. ஓகே லொகேஷன் ഒരു സെക്കൻഡ് ക്യാമറ ഒരു ബീറ്റ് വന്നേണ് അവിടെ. ഞാൻ എന്റെ ക്യാമറ അങ്ങ് ഓഫ് ചെയ്യടേ, മതിയാ നിനക്കൊക്കെ? ഞാൻ പൊട്ടനാ. സാർ വണ്ടി എടുക്കണേ. அவங்க கிட்ட சொல்லிருங்க இந்த கேஸ் வந்து ஹேண்டில் பண்ண சொல்லி. അത് ഈഗിൾ തന്നെ റണ്ടർ ആയത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആളെത്തുന്നത്. சொல்லுங்க தெரி ஸ்டாப் வெഹിக்கிள். ഇത് രായനാണേട്ടാ. രായ വലിയ ഓഫീസറാണ് പോകും അവിടെ നിക്കുന്നില്ല. எனக்கு தெரிஞ்சு ப்ளே பாய் மேன்ஷனுக்குள்ள இருப்பாங்களோன்னு எனக்கு പ്ലേബോയ് മാൻഷനെ പറ്റി അവരെന്നോട് പറഞ്ഞായിരുന്നു സാർ ഫോണില്. എവിടെ വന്നാ തരും സാറേ? പ്ലേബോയ് മാൻഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കത്തിച്ചിട്ടേക്കാം സാറേ. സാർ PD വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ കയ്യിൽ അവന്മാർ എവിടെയാണ് സ്ഥലം പറയണില്ല. അവർക്ക് പ്ലേബോയ് മെൻഷൻ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു എന്റെ അടുത്ത് റേഡിയോയില്. ആ പ്ലേബോയ് മെൻഷനകത്തുണ്ട്. ഞങ്ങൾ പ്ലേബോയ് മെൻഷൻ சார் ஸ்டாப் எவ்வளவு ஓடுது சார்? സാർ ഒന്ന് സംസാരിച്ചു. സാറിന്റെ പേരെന്താ സാറേ? ഹലോ എന്റെ പേര് കുട്ടേട്ടൻ. ഞങ്ങൾക്കറിയാം സാറേ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ചതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി മെല്ലെ മാറ്റി
പോസ്റ്റ് ചെയ്ത വീടിന്റെ ഫ്രണ്ട് ഉണ്ട്, പോയി നോക്കിക്കോ. ആൾക്കാർ നമുക്ക് കുറെ ഉണ്ട്, ഒരു ടെൻഷൻ. കുഴപ്പമില്ല, നിന്നെ തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുവന്ന് തേങ്ങയ്ക്ക് 2 തിരുമ വരുമ്പോ നിന്റെ വായിന്ന് ബാബന്മാര് താനെ വന്നോളൂ, നിന്നെ കൊണ്ടുപോയിക്കോളാം. പണ്ട് കിടന്ന് പിള്ളേർ കളിച്ചതുപോലെ ഇനി ഇവിടെ കിടന്ന് കളിക്കാൻ നീ വിചാരിക്കണ്ട. നീ അല്ല, നിന്നെ പോലുള്ള എല്ലാ അമ്മമാരും. എന്റെ പിള്ളേരാവും. ഹലോ ആ ഹലോ ആ പറഞ്ഞോ. സാറേ നിങ്ങളുടെ ആള് എനിക്ക് അങ്ങോട്ടാണ് സാർ. ഒരെണ്ണം നീ എക്സ്ട്രാ വെച്ചതായിരുന്നാ? ഒരു മിനിറ്റ്. വെള്ളത്തിൽ കിടന്ന വണ്ടി മാത്രമാണ് കിട്ടിയുള്ളൂ, ബാക്കിയുള്ള വണ്ടി കിട്ടിയില്ലേ? രണ്ട് സെല്ല് ഇപ്പം ഇവിടെ ഫില്ലായി, ഒരെണ്ണോടെ ബാക്കിയുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നോ? ഇവന്മാർക്കൊക്കെ മാഡം എനിക്കറിയാം, ഇവന്മാർക്കൊക്കെ കുറച്ച് പേടിക്കുറവുണ്ട് മാഡം. അതുകൊണ്ടാണ് ഈ നമ്മുടെ പിടി വണ്ടി കാണുമ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഇനി എടുക്കാൻ പറഞ്ഞോ. നിങ്ങളാണ് ഏറ്റവും വലിയ കള്ളന്മാര്. നമ്മളെക്കാട്ടി ഏറ്റവും വലിയ കള്ളന്മാര് നിങ്ങളാ സാറേ. ഇവിടെ ഹെലിമേഡോടല്ലോ. ഇല്ല സാർ പറഞ്ഞോ. നിന്റെ ഈ കള്ളക്കളി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കത്തേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടുത്തോട്ട് ഇറക്കരുത്. നമ്മൾ ഇതിലും വലിയ കള്ളന്മാരെ കണ്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സാറേ സാറിന് പണ്ട് ഇതാണ് പരിപാടിയെന്ന് തോന്നുന്നു. സാറേ നമ്മൾ പറയാൻ മോട്ടിച്ചിട്ട് അത് എക്സ്പീരിയൻസ് ഉണ്ട് സാറേ. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ സെല്ലിനകത്ത്, ഞാൻ സെല്ലിന് പുറത്തും നിൽക്കുന്നേ. നിന്റെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, ഞാൻ അവന്റെ നമ്പർ പറയാം. What is the firing happening outside? ഒരു സെക്കൻഡ് സാർ, എന്താ വെളിയിൽ ഫയറിംഗ് സിറ്റുവേഷൻ എന്താണ്? സാർ പോലെ Some people are blasting our cars, sir, civilian cars and PD cars. അത് ഓരോരോ കാർ നിരനിരയായിട്ട് അവിടെ പൊട്ടുന്നു. സാറേ, പിടിയുടെ മുമ്പിൽ ഒരു ബോംബ് ആക്രമണം, 4-5 വണ്ടികൾക്ക് തീ പിടിച്ചു. ബോംബ് വെച്ചത് നമ്മളാണ്. ഇപ്പൊ വെളിയില് ഇപ്പൊ ഒരു സൗണ്ട് കേട്ടായിരുന്നു മാഡം. അത് ഏകദേശം ഒരു 4-5 PD വണ്ടി ഒരുമിച്ച്, 4-5 അവിടുത്തെ സിറ്റിസൺസിന്റെ വണ്ടികളൊക്കെ പൊട്ടിത്തെറിച്ചതാണ്. ഈ ഓപ്പറേഷന്റെ പുറകില് ഇപ്പൊ ഈ സെല്ലിനകത്ത് കിടക്കുന്ന ഇവരുടെ തലവൻ ഒരുത്തനുണ്ട്. പുള്ളിയാണ് അതിന്റെ പുറകിലുള്ള റീസൺ. അവരുടെ ഒരു ഹോസ്റ്റേജ് ഉണ്ടെന്നും കൂടിയാണ് പറയുന്നത്. സിറ്റിയിലെ പലയിടത്തും ഇതുപോലെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? Now what we will do? What's your plan? അവൻ ഇങ്ങനെ ആലോചിക്കുന്നത് എടുക്കുന്നല്ല ഒരു ഷോട്ടിൽ കൊടുത്തത്. സാറേ, മെയിൻ ബാങ്കില്ലേ?
വിഷയം പ്രസന്റേഷനിടെ ഷൗട്ടക്സ് ഒരു രക്ഷയില്ല, അടുക്കി വെച്ച്